2011 മുതൽ 2021 വരെയുള്ള നിലമ്പൂർ മണ്ഡലത്തിലെ BJP BDJs അഥവാ NDA സ്ഥാനാർത്ഥിയുടെ പ്രകടനം നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാൽ 2011 4425 വോട്ടിൽ നിന്നാണ്, അഥവാ 3.25% നിന്നാണ് BDJs സ്ഥാനാർത്ഥി ഗിരീഷ് മത്സരിക്കുന്ന സമയം അത് 7.56%, ഏകദേശം 12,284 വോട്ടായിട്ടാണ് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ BDJs 12,284 പിടിച്ചു. പക്ഷേ തൊട്ടടുത്ത വർഷം 2021 പല കാരണങ്ങൾ കൊണ്ടും അവിടെ VV പ്രകാശ് മത്സരിച്ചു. സ്വാഭാവികമായും VV പ്രകാശിന് ആ വോട്ടുകളിൽ പലതും VV പ്രകാശിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ BDJസിന് കിട്ടിയ 12,000-ൽ നിന്ന് ഏകദേശം 4,000 വോട്ടുകളോളം കുറഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 12,284-ൽ നിന്ന് 2021 ആകുമ്പോഴേക്കും അത് 8,595 കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഈ ഫിഗറാണ്, 4.96%, ഏകദേശം 5% വോട്ട് BJP സ്ഥാനാർത്ഥി പിടിച്ചില്ലെങ്കിൽ അത് താഴ്ന്നു വന്നാൽ, അഥവാ 2011 കണക്കുകളിലേക്ക് താഴ്ന്നു വന്നാൽ പോലും BJP വോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറയേണ്ടി വരും. കാര്യം ഏകദേശം ഒരു 4,000 വോട്ടിൻ്റെ കുറവ്. നേരത്തെ ജിബി പറഞ്ഞതുപോലെ 8,595 2011 നിയമസഭയിൽ നിന്ന് സമാനമായ കേഡർ വോട്ടുകളിലേക്ക് മാത്രം മാറിയാൽ തീർച്ചയായിട്ടും BJP കഴിഞ്ഞ 14 വർഷത്തിലുണ്ടാക്കിയ വോട്ടിലൊരു നല്ല ബേസ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പോയിട്ടുണ്ടാവും, UDF സ്ഥാനാർത്ഥിക്ക് പോയിട്ടുണ്ടാവും. എനിക്ക് അതിൽ തോന്നിയ ഒരു കാര്യം, മോഹൻ ജോർജ് പറഞ്ഞതിൽ ഒരു കാര്യം, പിണറായി വിജയൻ വിജയിക്കരുത് എന്ന് കരുതുന്ന വോട്ടുകൾ എന്നുള്ളതാണ്. അപ്പോൾ ആ ഭരണവിരുദ്ധ വികാരം അത് ഫലവത്താകണമെങ്കിൽ അത് BJP സ്ഥാനാർത്ഥിക്ക് പോയിട്ട് കാര്യമില്ല, അല്ലെ ജിമ്മി? അങ്ങനെ ആ നിലയ്ക്ക് അതിനെ കാണേണ്ടതില്ലേ? മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു. അങ്ങനെയാവാം. പക്ഷെ ഒരു സാധ്യതയുണ്ട്. നോക്കൂ, BDJസിന്റെ 12,000 വോട്ടിൽ നിന്ന് കഴിഞ്ഞ തവണ BDJസിന്റെ വോട്ട് NDA മുന്നേ വോട്ട് 8,000 ആകുമ്പോൾ അതിന്റെ ഗുണം കിട്ടിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാണ്. VV പ്രകാശ് എന്ന ഹിന്ദു സ്ഥാനാർത്ഥിക്കാണെന്ന് പറഞ്ഞാലോ, ഇത്തവണ അവിടെ മത്സരിക്കുന്നതിൽ LDFന്റെ സ്ഥാനാർത്ഥി CPMന്റെ സ്ഥാനാർത്ഥിയാണ്. അവിടെയാണ് വെള്ളാപ്പള്ളിയെ കൂടി നമ്മൾ കോറിലേറ്റ് ചെയ്യുന്നത്. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനകത്തും അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മോഹൻ ജോർജ് അദ്ദേഹം BJP സ്ഥാനാർത്ഥി അങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ ഒരു സാധ്യത, ഈ മാറുന്ന ഹിന്ദു വോട്ടുകൾ 2021 ഏത് ലോജിക്ക് വെച്ചാണോ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിക്ക് പോയത് അതുപോലെ പോയാലോ? പ്രത്യേകിച്ച് ഞാൻ ഈ 2 കണക്കുകൾ പറഞ്ഞത് ശരിയാണ്. BDJസിന് കിട്ടിയ, ഗിരീഷിന് കിട്ടിയ 12,284-ൽ ഏകദേശം 4,000-ഓളം വോട്ടുകൾ VV പ്രകാശിന് പോയിട്ടുണ്ട്. അവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി അവിടെ VV പ്രകാശ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ. പക്ഷേ അപ്പോഴും അവിടെ 8,595 വോട്ടുകൾ BJPക്ക് ഷുവർ വോട്ടുകളാണ്. അതാണ് ഡോക്ടർ അരുൺ ഞാൻ പറഞ്ഞത്. ആ 8,595-ൽ കുറവ് വന്നാൽ മാത്രമേ നിലവിൽ മോഹൻ ജോർജ് പറഞ്ഞതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വോട്ടും എന്ന് പറയാൻ കഴിയും. ഡോക്ടർ അരുൺ, അതായത് ആ മണ്ഡലത്തിൽ ഒരു 4% വോട്ടുകൾ BJPയുടേതായി പോൾ ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ്, അതായത് ഇപ്പോഴത്തെ പോളിംഗ് ശതമാനം വെച്ച് ഒരു 4% BJPക്ക് അവിടെ മിനിമം കിട്ടേണ്ടതാണ്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൽ നിന്നുള്ള കുറവ് അത് UDFലേക്ക് അല്ലെങ്കിൽ LDFലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഈ 2011 നിന്നും 2016 വരുമ്പോൾ BDJ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുന്നുണ്ടെങ്കിൽ അത് BJPയുടെ വോട്ടാണ് എന്ന രൂപത്തിൽ അതിനെ കാണാൻ പറ്റുമെന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. പിന്നീട് വന്ന 4,000-ൽ പരം വോട്ടുകളാണല്ലോ. പക്ഷേ സ്ഥാനാർത്ഥി പറയുന്നു NDA ക്യാമ്പിലേക്ക്, അതാണ് ആ വാക്കിന്റെ പ്രത്യേകത, ഇതാണ് വോട്ട് മറിച്ചു കുത്തി എന്ന് ഞാൻ കരുതുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും BDJസിന്റെ ഭാഗമായി അന്ന് ലഭിച്ച വോട്ടുകളടക്കം NDA ക്യാമ്പിലേക്ക് വരേണ്ട വോട്ടുകൾ വിജയസാധ്യതയില്ലെന്ന് കണ്ട് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ആര്യടൻ ഷൗക്കത്തിന് മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് മറിച്ചതാണോ സ്വയം പറഞ്ഞതാണോ? ഇതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം. അതിന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയൂ. അതിന് BJP നേതാക്കൾ അതിന് മറുപടി പറയേണ്ടി വരും. പക്ഷെ അപ്പോഴും അടിസ്ഥാനമായി നമ്മളുടെ വാദം 2016 ഈ കണക്ക് നമുക്ക് സ്ഥിരമായിട്ട് ഒരു സ്റ്റാറ്റിക് കണക്കല്ല. 2021 8,595-ൽ നിന്ന് കുറവ് വന്നാൽ മാത്രമേ മോഹൻ ജോർജിന്റെ ആരോപണം അവിടെ നിലനിൽക്കൂ. ഡോക്ടർ അരുൺ, എനിക്ക് തോന്നിയ ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, അതിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് UDF പറയുന്നത് അതേ കാര്യം മോഹൻ ജോർജും പറയുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ UDF സ്ഥാനാർത്ഥിക്കാണ് സാധ്യത എന്നുള്ളതുകൊണ്ട് അവിടേക്ക് വോട്ട് പോകട്ടെ എന്ന് ആലോചിച്ചോ? അതിനോട് ചേർത്ത് പറയുകയാണ്, ഒരുപക്ഷെ ഈ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ ഒരു കോർ ഏരിയ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ടുകളാണ്. ആ ക്രിസ്ത്യൻ വോട്ടുകൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്ത്യൻ വോട്ടുകളാണ് മറിഞ്ഞിരിക്കുന്നത്. ആ വോട്ടുകൾ UDFലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു ട്രെൻഡ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലാക്കൽ സംബന്ധിച്ച് വലിയ കോൺഫിഡൻസ് നൽകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്.